ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3ാം ക്ലാസ്സിൻ്റെ മാത്സിൽ 11th ചാപ്റ്ററിലുള്ള ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൽ അവസാന ക്വസ്റ്റ്യൻ ചെയ്തതിൽ 16 എന്നുള്ള ഒരു രീതിക്കാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് ബാക്കി ആൻസേഴ്സ് ഒക്കെ മാറും. അപ്പോൾ നമുക്ക് ആ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് കറക്റ്റായിട്ട് നോക്കാം. ഒരുപാട് കുട്ടികൾ എന്നിട്ടും മനസ്സിലായില്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ മനസ്സിലാവാത്തവർക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് ഈ ഒരു ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. 11th ചാപ്റ്ററിൽ 172 ആണ് കേട്ടോ പേജ്. അതിൽ 6th പ്രോബ്ലം ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. മാത്ത് ലാബ് 4 weighing blocks were made for the math lab. അപ്പോൾ മാത്ത് ലാബിലേക്ക് 4 weighing blocks ഉണ്ടാക്കിയൊക്കെയാണ് കുട്ടികൾ. The total weight of all 4 is 15 kilograms. അപ്പം നമ്മളിവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്, 4 വെയ്റ്റിംഗ് ബ്ലോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. പക്ഷേ അത് 4ഉം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര കിലോഗ്രാം കിട്ടണം? 15 കിലോഗ്രാം കിട്ടണം. അപ്പോൾ വെയ്റ്റ് ഫ്രം 1 to 15 grams ക്യാൻ ബി മെഷേർഡ് യൂസിങ് ദിസ് എന്ന് പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ആ കട്ടകൾ കൊണ്ട് 1 to 15 അല്ലേ, 1 മുതൽ 15 വരെയുള്ള കിലോഗ്രാംസ് മെഷർ ചെയ്യാൻ പറ്റണം. വാട്ട് ഈസ് വെയ്റ്റ് ഓഫ് ഈച്ച് ബ്ലോക്ക്? അങ്ങനെയെങ്കിൽ ആ 4 ബ്ലോക്ക് അല്ലേ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും എത്ര വെയ്റ്റ് ഉള്ള ബ്ലോക്ക് ആയിരിക്കും? 4 ബ്ലോക്കും കൂടെ കൂട്ടുന്ന സമയത്ത് 15 കിലോഗ്രാം കിട്ടണം അല്ലേ. അപ്പോൾ 1 കിലോഗ്രാമിൻ്റെ 1 ബ്ലോക്ക്, പിന്നെ 2 കിലോഗ്രാമിൻ്റെത്, പിന്നെയും ഒരു 2 കിലോഗ്രാമിൻ്റേത്, അതുപോലെ തന്നെ 10 കിലോഗ്രാമിൻ്റേത്. അങ്ങനെ 4 ബ്ലോക്ക് എടുക്കുകയാണെങ്കിൽ 15 കിലോഗ്രാം ആയില്ലേ. 4ഉം കൂടെ കൂട്ടുന്ന സമയത്ത് ഈ 4 ബ്ലോക്കും കൂടെ കൂട്ടുന്ന സമയത്ത് ഇനി അതിൽ തന്നെയുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു വി വെയ്റ്റ് 14 kilograms യൂസിങ് ദം? അപ്പോൾ ഈ ബ്ലോക്സ് ഉപയോഗിച്ച് 14 kilograms എങ്ങനെ കണക്കാക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. എങ്ങനെയാണ്? 10 + 2 + 2 അല്ലേ. 10 വെയിറ്റ് വെക്കുക, പിന്നെ 2 വയ്ക്കുക, പിന്നെ 2 വയ്ക്കുക. അപ്പോൾ സിമ്പിളായിട്ട് 14 കിട്ടിയില്ലേ. ഇനി അതിൽ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ അബൌട്ട് 7 kilograms? അപ്പം മക്കൾക്കൊരു ഡൗട്ടാണ് അല്ലേ, 7 എങ്ങനെ എടുക്കുക? 7 ഇതിലില്ലല്ലോ, 1ഉം 2ഉം 10ഉം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ 7 കിട്ടുക എന്നൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ മുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്, 1 to 15 kilograms വരെ മെഷർ ചെയ്യാൻ കഴിയണം എന്ന്. അപ്പം നമുക്ക് മെഷർ ചെയ്തിങ്ങനെ നോക്കാം അല്ലേ എങ്ങനെയൊക്കെയാണ് കിട്ടുക എന്നുള്ള ഈ ബ്ലോക്ക് ഉപയോഗിച്ചിട്ട്. ആദ്യം തന്നെ നമ്മൾ ഏതൊക്കെ ബ്ലോക്കായിരുന്നു? 1, 2, 2, 10 അല്ലേ. 4 ബ്ലോക്സ് ഇങ്ങനെ ഈ ഒരു വെയിറ്റുള്ള ബ്ലോക്കുകളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളല്ല, ആ കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ 1 കിലോഗ്രാം നമുക്ക് എടുക്കണമെങ്കിൽ ഈ 1ൻ്റെ ഒരു ബ്ലോക്ക് എടുത്താൽ എത്രയായി? 1 കിലോഗ്രാം ആയി അല്ലേ. ഇനി 2 കിട്ടണമെങ്കിലോ 2ൻ്റെ 1 വെച്ചാൽ മതി. അപ്പം 2 കിലോഗ്രാം ആയി. ഇനി 3 കിട്ടണമെങ്കിലോ ഒരു 1ഉം വെക്കുക, ഒരു 2ഉം വെക്കുക. അപ്പോൾ 1 + 2 എത്രയായി? 3 കിലോഗ്രാം. ഇനി 4 ആണെങ്കിൽ ഒരു 2 വെക്കുക, വീണ്ടും ഒരു 2 ഉണ്ടല്ലോ, ഒരു 2ഉം കൂടി വെക്കുക. അപ്പോൾ 4 കിലോഗ്രാം. ഇനി 5 എടുക്കണമെങ്കിലോ 1ഉം എടുക്കുക, 2 എടുക്കുക, 2 എടുക്കുക. അപ്പോൾ എത്രയായി? 5 കിലോഗ്രാം. പിന്നെ ഇനി നമുക്ക് 5 വരെ ആയില്ലേ. ഇനി നമുക്ക് ഏതാ വേണ്ടത്? 6. അവിടെ നമുക്ക് കൺഫ്യൂഷനായി. എങ്ങനെയാ? ഇതിൽ 5 ഉള്ളൂ, ഇത് 10ഉം ആണ്. 6 ഇവിടെ എടുക്കാനില്ലേ അല്ലേ. അപ്പം മക്കൾ കണ്ടിട്ടുണ്ടല്ലോ കടയിലൊക്കെ പോകുമ്പം ത്രാസ് എങ്ങനെയാണ് ഉണ്ടാവുക? 2 ഭാഗത്താണ്. ഒരു ഭാഗത്ത് ബ്ലോക്ക് അല്ലേ, വെയിറ്റ് വെക്കുന്ന ഭാഗവും ഒരു ഭാഗത്ത് നമ്മൾ വാങ്ങുന്ന സാധനം വെക്കുന്നതും അല്ലേ. അപ്പോൾ ഈ വെയിറ്റ് വെക്കുന്ന ഭാഗത്ത് ഇവിടെ നമ്മൾ ഷുഗറാണ് വാങ്ങുന്നത് വിചാരിക്കുക. 6 ആണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മുടെ കയ്യിൽ 6നേക്കാട്ടിലും കൂടുതലുള്ള വെയിറ്റ് ഏതാ ഉള്ളത്? 10 ആണല്ലേ. അപ്പം നമ്മളിവിടെ 10 അങ്ങ് വെച്ച് കൊടുത്തു. 10 വെച്ച് കൊടുത്ത് നമ്മളിവിടെ 6 എടുക്കാൻ നോക്കിയാൽ നമുക്ക് ബാലൻസ് ആയി കിട്ടുമോ? ഇല്ലല്ലേ. ഇവിടെ 10 ആകുമ്പോൾ ഇതെപ്പോഴും താന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 10ലേക്ക് ഈ 6 ആവണമെങ്കിൽ എത്ര വേണം? എത്ര വെയിറ്റും കൂടെ ഇട്ടാലാണ് 10 ആവുക? ഈ 6ലേക്ക് 2ൻ്റെ 2 എണ്ണം, ഈ 2 2ൻ്റെ ബ്ലോക്സും ഇട്ടാൽ മതി അല്ലേ. അപ്പം 2ൻ്റെത് 2 ബ്ലോക്സ് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എത്രയായി? ഇത് 2ഉം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 10 ആയില്ലേ. അപ്പം നമ്മൾ ഈ 2 വെയിറ്റ് ഇവിടെ വെക്കുന്ന സമയത്ത് ഷുഗർ നമ്മൾ എത്ര ഇട്ടാലും ബാലൻസ് ആവുമ്പോൾ 6 കിലോഗ്രാം ആകുമ്പോൾ അവിടെ റെഡി ആയിട്ട് വരും.
അപ്പം നമുക്ക് എത്രയാണ് 6 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് കറക്റ്റ് ആവുന്ന സമയത്ത് ഇവിടെ നമ്മൾ 4 ഇട്ടെന്ന് നമുക്കറിയാലോ. അപ്പം നമ്മൾ ഇനി ബാലൻസ് ആവണമെങ്കിൽ എത്ര വേണം? 6 ആവുമ്പോഴാണ് ആ ഒരു ഷുഗർ ബാലൻസ് ആവുക. അപ്പം നമ്മൾ 6 കിലോഗ്രാം എടുക്കണമെങ്കിൽ 2 + 2ൻ്റെ 2 കട്ടകളും ഇവിടെ വെച്ച് കൊടുക്കുക. ഇനി 7 ആണെങ്കിലും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ 10 തന്നെ കൊടുക്കുക. ഇവിടെയോ? ഇവിടെ നമുക്ക് 7 ആണ് വേണ്ടതെങ്കിൽ 10ലേക്ക് 7 ആവാൻ എത്ര വേണം? ഒരു 2ൻ്റെ ബ്ലോക്കും വേണം, ഒരു 1ൻ്റെ ബ്ലോക്കും ഇതിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ എത്രയായി? 7 + 3 10 ആയില്ലേ. ഇവിടെയും 10 ആയി, ഇവിടെയും 10 ആയി. അപ്പം ബാലൻസ് ആവും. അപ്പം നമ്മൾ വാങ്ങുന്ന സാധനം 7 ആണ് ഉണ്ടാവുക. ഇനി 8 ആണെങ്കിൽ ഇവിടെ 10, ഇവിടെ 8 സാധനം എടുക്കണമെങ്കിൽ അത് നമ്മളിവിടെ 2ൻ്റെ ഒരു ബ്ലോക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതും 10 ആയി, ഇതും 10 ആയി. ഇനി 9 ആണെങ്കിലോ ഇവിടെ 10, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? 9 എടുക്കണമെങ്കിൽ 9നോട് 10 ആവണ എത്ര വേണം? 1 അല്ലേ. അപ്പോൾ 1ൻ്റെ ഒരു ബ്ലോക്ക് ഇവിടെ വെച്ച് കൊടുക്കുക. ബാക്കി നമുക്ക് കിട്ടണമെങ്കിൽ സിമ്പിൾ അല്ലേ. 9 വരെ കിട്ടിയിട്ടുണ്ട്. 10ൻ്റേത് കിട്ടാൻ 10 തന്നെ വെച്ചാൽ 10 ആയി. 10 + 1 11 ആയി. പിന്നെ 10 + 2 12 ആയി. 10 + പിന്നെ 1 2 ആകുമ്പോൾ എത്രയായി? 13 ആയി. 10 + 1 2 + 2 എത്രയായി? 14 ആയി. 10 + 1 + 2 + 2 15 ആയി. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ നമുക്ക് ബ്ലോക്കുകൾ ഉപയോഗിച്ചിട്ട് നേരെ അങ്ങോട്ട് വെയിറ്റ് നോക്കാൻ പറ്റില്ല. നമ്മളോടിപ്പോൾ ഒരാൾ 13 കിലോ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക? 10ഉം 1ഉം 2ഉം കൂടെ വെച്ചിട്ട് ഇപ്പുറത്ത് കവറിൽ സാധനം എടുക്കുമ്പോൾ അത് ബാലൻസ് ആവും. 12 വേണമെന്ന് പറഞ്ഞാലും നമ്മളതിൽ ബ്ലോക്കുകളുണ്ട്. 15 വേണമെന്ന് പറഞ്ഞാലും നമ്മളതിൽ ബ്ലോക്കുകളുണ്ട്. പിന്നെ ഇതാ ഇവിടെ 1 മുതൽ 5 വരെ പറഞ്ഞാലും നമുക്ക് നമ്മുടെ കയ്യിൽ ബ്ലോക്കുകളുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് തൂക്കി കൊടുക്കാൻ പറ്റില്ലേ ആളുകൾക്ക്. പക്ഷേ ഈ 6 മുതൽ 9 വരെ ഉള്ളതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതെന്താണ്? 7 എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള, 7 എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യാന്ന്. അപ്പം നമ്മൾ ഇവിടെ 2 + 1 കൊടുക്കണം അല്ലേ. 2ൻ്റെയും 1ൻ്റെയും ഓരോ ബ്ലോക്ക് ഈ ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പം മക്കൾക്ക് ആൻസർ മനസ്സിലായോ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണെന്ന്? ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക കേട്ടോ. നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുമ്പോഴാണ് നമ്മൾ ക്ലാസ് ഒരു ചാപ്റ്ററൊക്കെ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുമ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ മക്കൾ എന്തായാലും കമൻസ് അറിയിക്കുക. ഏതെങ്കിലും വീഡിയോയിൽ കമൻസ് ഇടാൻ പറ്റാത്തതുണ്ടെങ്കിൽ കമൻസ് ഇടാൻ പറ്റുന്ന വീഡിയോ നോക്കിയിട്ട് അതിൽ കയറിയിട്ട് ആ ചാപ്റ്ററിൻ്റെ പേജ് നമ്പറോ കാര്യം പറഞ്ഞാൽ അതിനനുസരിച്ച് പിന്നെ അതൊരു ഷോർട്ടാക്കിയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.